ഹലോ എവ്രി വൺ, എൻ്റെ പുതിയ വർക്കൗട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ബെല്ലി റിഡക്ഷൻ വർക്കൗട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നും ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് നാളെ ആവട്ടെ എന്ന് കരുതിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതാണ് എൻ്റെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ മോട്ടിവേറ്റേഴ്സ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുക. വെയിറ്റ് ചെക്ക് ചെയ്തിരുന്നു, 62.7 kg. എൻ്റെ ഹൈറ്റ് 163 സെൻറ്റിമീറ്റർ. എൻ്റെ ഇനി എടുക്കാനുള്ളത് എൻ്റെ ബെല്ലി സർക്കംഫറൻസ് ആണ്. എനിക്ക് അത്യാവശ്യം ബെല്ലി ഉണ്ട്. അപ്പം എൻ്റെ ബോഡി വെയ്റ്റിൽ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ബെല്ലി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിഡക്ഷൻ ചെയ്യണമെന്നാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു മെഡിറ്റേഷനിലൂടെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. ആദ്യം കുറച്ചൊക്കെ നോക്കി. ഇപ്പോൾ എനിക്ക് 2 വീഡിയോസ് ഞാൻ കണ്ടു. അതിൽ രണ്ടാമത്തെ വീഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ ചെയ്യുകയാണ്. 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ഷോർട്ടാക്കി കാണിക്കുന്നത്. പിന്നീട് ഞാൻ ബെല്ലി റിഡക്ഷൻ എക്സസൈസ്, അത് ലൂസി വിൻഡാം എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറേ എക്സസൈസ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നു. കാരണം അണയാൻ പോകുന്ന തീയാളി കത്തുമല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടറിയുക എന്തായിരുന്നു നടന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ നല്ല രീതിയിൽ ബ്രെത്ത് എടുത്ത് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് കൊണ്ടുവരണം. എനിക്ക് മൊബൈൽ സ്റ്റാൻഡില്ല. മൊബൈൽ സ്റ്റാൻഡ് വേറെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. അതൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറേ ചിന്തകൾ വന്നു പോകുന്നുണ്ട്. അതിനെ ഞാൻ ക്ലൗഡ്സ് പോലെ ഇങ്ങനെ വിട്ട് കളയുകയാണ്. അവർ പറയുന്ന കൂട്ടെല്ലാം ചെയ്യുകയാണ്. കുറച്ച് ക്ഷമ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഇച്ചിരി പാട് തോന്നി. ആദ്യമായിട്ട് ചെയ്യുന്നത് കാരണം കുറച്ച് പാട് തോന്നിയിരുന്നു. കാരണം നമ്മുടെ മൈൻഡ്ഫുള്ളായിട്ട് ഞാൻ ഒന്നാമതെ പാസ്റ്റിലും ഫ്യൂച്ചറിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് പ്രസൻറ്റിലോട്ട് എൻ്റെ ബ്രെത്തിനെ കൊണ്ടുവരാനും എൻ്റെ മൈൻഡ്ഫുള്ളായിട്ട് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനും എനിക്ക് ഇച്ചിരി പാട് പറ്റിയിരുന്നു. പോകെ അത് ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പണ്ട് ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെയാണ് തോന്നിയിരുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മാസ്ക് വെച്ചിട്ട് എഴുന്നേറ്റു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലൂസി വിൻഡാമിനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാതെ. ഇതാണ് ഗൈസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സസൈസ്. 7 minutes 7 days ചലഞ്ചാണ്. അപ്പം നോക്കാം എങ്ങനെയാകുമെന്നുള്ളത്. ഞാനത് ആദ്യം ഒന്ന് നോക്കുകയായിരുന്നു. പിന്നെ സ്റ്റാൻഡ് കിട്ടിയില്ല. അപ്പോൾ സ്റ്റാൻഡ് അടുത്ത റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. അതിനായിട്ട് ഞാൻ പോയിട്ട് വരാവേ. അതിന് മുമ്പ് നമുക്ക് മെഷർമെൻറ്റ്, ബെല്ലി സർക്കംഫറൻസ് മെഷർമെൻറ്റ് ഒന്ന് എടുക്കണം. എൻ്റെ മാക്സിമം ബെല്ലി സർക്കംഫറൻസ് ആണ് ഞാൻ ചെക്ക് ചെയ്തു ഗൈസ്. 96.5. ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ അത് കണ്ടിട്ട്. കാരണം ഒരു വർഷം മുന്നേ അത് 89 എങ്ങാണ്ടേ ഉള്ളായിരുന്നുള്ളൂ. എൻ്റെ ഒരു ഏകദേശം 7 സെൻറ്റിമീറ്ററോളം കൂടിയിട്ടുണ്ട്. 7.5 സെൻറ്റിമീറ്ററോളം കൂടിയിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് 62.7 ഇന്നലെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 60 സെക്കൻഡ് ആണ് അവർ കാണിക്കുന്നത്. അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലോണം മടുത്തു ഗൈസ്. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് തന്നെ എനിക്ക് മടുപ്പ് തോന്നിയായിരുന്നു. സാധാരണ ഞാനിത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസാണ്. ഇതിപ്പോൾ കുറേ കാലം കൂടി ചെയ്യുന്ന കാരണം നല്ല ബുദ്ധിമുട്ട് തോന്നി. മാത്രമല്ല വാമപ്പ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. മതിയായി ഗൈസ്, മതിയായി. ഞാൻ മടുത്തു ഗൈസ്. ഞാനിനി ഒന്നിനും ഇല്ലയെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി നാളെ നമുക്ക് കാണാമേ. ഓക്കെ, ബൈ.